നമ്മൾ കൊണ്ടാടുന്ന പ്രണയത്തിലുള്ളവരെല്ലാം പെയിനിലാണ്. കൃഷ്ണരാധ എന്നാണ് പറയുന്നത്. കൃഷ്ണനെ രുക്മിണിനെ പറ്റിയിട്ട് ആരും പറയുന്ന കേൾക്കലില്ല. എന്നിട്ട് രാധ തീരുന്നിടത്ത് അല്ല രുക്മിണി വരുന്നിടത്ത് പിന്നെ രാധേനെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല എന്നാണ്. അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു ജയകൃഷ്ണനും ക്ലാരയും നമ്മളെ വിസ്മയിപ്പിക്കുന്നത് അവരെ ദൂരത്ത് നിന്നിട്ട് അകലെ ഓർമ്മിപ്പിക്കുമ്പോഴാണ്. ഒന്നായ കഥകൾക്ക് അത്ര പ്യുവറായിട്ടുള്ള ഒരു മെമ്മറി എപ്പോഴും കൊണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളതില്ല. അത് വേറൊരു ലെവലിലേക്ക് പോകും. അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി, ശരി, അങ്ങനെ അതൊക്കെ ഉണ്ട്, അത് നല്ല കഥ തന്നെയാണ്. പക്ഷേ അകലം ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ഇതായിട്ട് ഇൻറ്റൻസ് ഇമോഷൻ തരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ചിലപ്പം നമ്മൾ പലപ്പോഴും ഈ നൊസ്റ്റാൾജിയ എന്നെല്ലാം പറഞ്ഞ് ആലോചിക്കുമ്പോൾ അതിൽ അന്നത്തെ ആ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നൊരു പ്രണയം, അന്ന് നഷ്ടപ്പെട്ടൊരു പ്രണയം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് ഏറ്റവും കൂടുതൽ പോയട്രി ആയത് അവിടെ ആയിരിക്കണം. ഈ ഒന്നായ കഥയെന്നായിരിക്കില്ല. അവിടെ ഐ ഡോണ്ട് തിങ്ക് മെനി പീപ്പിൾ മെനക്കെടുന്ന് പോയട്രി പോലെ അത് എഴുതാൻ. ജീവചരിത്രങ്ങളിൽ ഒരു അധ്യായം എന്നുള്ള പോലെ ഉണ്ടാവുന്നല്ലാതെ ഞാനത് ചെറുതാക്കാൻ പറയുന്നല്ല. ഇതൊക്കെ എത്ര വേണം നമുക്ക് വിമർശിക്കാനും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ പറയാൻ പറ്റിയ കാര്യമാണ്. ഞാനൊരു റൈറ്റർ ആസ്പെക്റ്റിലാണ് ഇതിങ്ങനെ ആലോചിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോയട്രി ഉണ്ടായിട്ടുണ്ടായാൽ അതിനെ പറ്റിയിട്ടായിരിക്കണം അങ്ങനത്തെ നൊമ്പരങ്ങളുടെ കൂട്ടത്തിൽ. ആൻഡ് ദെൻ ഒരു വാട്ട് ഈഫ് അവിടെ വെച്ചിട്ട് ഇഫ് യു റീവിസിറ്റ്, ഒരു വാട്ട് ഈഫ് വെച്ചിട്ട് ഇഫ് യു റീവിസിറ്റ്, അതങ്ങനെയല്ല, അത് ഒന്നായി. ആൻഡ് ദെൻ ദി പോയട്രി ഡസൻറ്റ് എക്സിസ്റ്റ്. So which is good? ഒന്നാമത്തത് അങ്ങനെയൊന്നുമല്ല. എൻ്റെ ഡെഫിനേഷനിൽ 5 ഒരു 4 ആണ് മെയിനായിട്ട്. ഒരു തരം അങ്ങനെ ഒരു വേറെ പ്രണയം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു